ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരാന്ത റേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 50 കിങ് സീരീസ് എന്ന് പറഞ്ഞ് പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഏകദേശം ഒരു ടോപ്പിക്കിൽ നിന്ന് അത് SSCക്കും ബാങ്ക് ആസ്പിറൻസിനും ഒരുപോലെ ഹെൽപ്ഫുൾ ആവുന്ന സീരീസാണ്. അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഉറയ്ക്കുന്ന എന്നാൽ കുറച്ച് ഷോർട്ട് കട്ട്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള 50 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് അത് രണ്ടിൻ്റെയും പ്രീവിയസ് ഇയറിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് കൺസെപ്റ്റ് ഉറച്ച് ഷോർട്ട് കട്ട്സ് ഒപ്പം കൂടെ പഠിക്കുക എന്നുള്ളൊരു ആശയത്തിൽ ക്രിയേറ്റ് ചെയ്ത സീരീസാണ് 50 കിങ് സീരീസ്. അപ്പോൾ ഏകദേശം ഒരു ടോപ്പിക്കിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ് കവറപ്പ് ആകും. നിങ്ങൾക്ക് ഏകദേശം 80 to 90% ടോപ്പിക്കിൽ ഒരു ആധിപത്യം കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാനായിട്ടൊരു വില്ലും കിട്ടും. പ്ലസ് ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടാണ് വെച്ചിട്ടാണ് നമ്മൾ ഈ സെക്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടും വാച്ച് ചെയ്യണം. എസ്പെഷ്യലി റേഷ്യോയും പെർസെൻറ്റേജും ഉണ്ട്. ഇപ്പോൾ പെർസെൻറ്റേജിൻ്റെ വീഡിയോ മുമ്പ് കാണാത്തൊരു പ്ലേലിസ്റ്റ് കയറി അതും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ പാർട്ട് 3 ആണ്, റേഷ്യോ പ്രൊപ്പോർഷൻ്റെ പാർട്ട് 3. അപ്പോൾ ഇതോടുകൂടി നമ്മൾ 30 ക്വസ്റ്റ്യൻസ് ഏകദേശം കവറപ്പ് ആയിട്ടുണ്ടായിരിക്കും. പിന്നെ അങ്ങോട്ട് പോകെ പുതിയ ടൈപ്പും കാണും, ഒപ്പം കുറച്ച് ടഫ് ലെവൽ കൂടിയിട്ടുണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം മസ്റ്റായിട്ട് കണ്ട് പ്രിപ്പയർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പം നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി ഈ സെക്ഷനിലെ ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ബോയ്സ് ടു ദ നമ്പർ ഓഫ് ഗേൾസ് ഇൻ എ സ്കൂൾ ഓഫ് 432 pupils വാസ് 5:4. When some new boys and girls are admitted, the number of boys increases by 12 and the ratio of the boys to girls changes to 7:6. The number of new girls admitted is. അതായത് നോക്കിക്കേ, അപ്പോൾ നമ്മൾ ഒരു പുതിയ മെത്തേഡ് പഠിക്കാൻ പോകണം. ബട്ടർഫ്ലൈ മെത്തേഡ് എന്ന് പറയും, പല പേരിൽ അറിയപ്പെടും. പക്ഷേ ബട്ടർഫ്ലൈ മെത്തേഡും തൽക്കാലം നമ്മൾ വിളിക്കുന്നതിനെ. അപ്പം ഈ മെത്തേഡ് പഠിച്ചെടുത്തോണം. അതായത് ഇത് എപ്പോൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമ്മൾ പിന്നെ ഒരു 3ാമത്തെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അവിടെയും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എഫിഷ്യൻ്റായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ മെത്തേഡ് എത്രമാത്രം ഗ്രാസ്പ് ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പം ബട്ടർഫ്ലൈ മെത്തേഡിൽ നോക്കിയേ, തുടക്കത്തിൽ എന്തായിരിക്കും, ബോയ്സും ഗേൾസിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട്. എന്താ? 5:4. ഇത് എന്തിൻ്റെ റേഷ്യോ? തുടക്കത്തിൽ 5 ബോയ്സ് ഉണ്ടായിരുന്നതിൽ തുടക്കത്തിൽ 4 ഗേൾസ് ഉണ്ടായിരുന്നു. അത് ഇനിഷ്യൽ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് പീപ്പിൾ, ആൾക്കാരുടെ റേഷ്യോ ആണ്. ഈ റേഷ്യോ ഇപ്പോൾ മാറിയില്ലേ? അതായത് കുറച്ച് ബോയ്സിനെയും കുറച്ച് ഗേൾസിനെയും കൂടെ ആഡ് ചെയ്തപ്പോൾ ഇപ്പോൾ ഈ റേഷ്യോ ഫൈനലി എന്തായി? ഫൈനൽ റേഷ്യോ എന്ന് പറയുന്നത് 7:6 ആയി. ഓക്കെ, അപ്പോൾ 5:4 എന്നുള്ളത് ആൾക്കാരുടെ എണ്ണത്തിൻ്റെ റേഷ്യോ, ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ 7:6 ആയി. അപ്പം ഈ റേഷ്യോയ്ക്ക് ചേഞ്ച് വരാൻ കാരണക്കാരായത് എന്തുകൊണ്ടാണ്? 12 ബോയ്സ് ആഡപ്പായി. ബോയ്സ് 12 പേരും വന്നു എന്ന് കാണിക്കാൻ പ്ലസ്, ആൻഡ് പിന്നെന്താ, ഗേൾസിനെ എനിക്കറിയത്തില്ല, എക്സ് ഗേൾസും കൂടെ വന്നു. അപ്പം നോക്കി, ഇങ്ങനൊരു അറേഞ്ച്മെൻ്റ് ഇല്ലേ? ഇതൊരു 1, 2, 3 മാത്സ് പഠിച്ചവർക്ക് അറിയാം. ഇതിനൊരു മെട്രിക്സ് എന്ന് പറയാം. അതായത് 1, 2, 3 റോയും 2 കോളവും ഉള്ള ഒരു അറേഞ്ച്മെൻ്റ് ആയിട്ട് നമുക്കിതിനെ കിട്ടി. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ ഷോർട്ട് കട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി മെട്രിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് +1 +2 പഠിക്കുന്നതാണ്. നമുക്ക് CGL പോയിട്ട് 10ാം ക്ലാസ് വരെ ടോപ്പിക്സേ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് മാത്സിൽ ചോദിക്കാറുള്ളൂ. പക്ഷേ +1 +2 ഇങ്ങനൊരു മെത്തേഡ് ഉണ്ട്. അതിൻ്റെ സാധ്യത ഇവിടെ ഉപയോഗിക്കാമെന്ന് കണ്ടുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബട്ടർഫ്ലൈ മെത്തേഡ് എന്ന് പേര് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനൊരു രീതിയിലൊരു കാര്യം അറേഞ്ച് ചെയ്യുവാണെങ്കിൽ, അതും ആദ്യം ഒരു റേഷ്യോ ഉണ്ട്, അത് മാറി 7:6 എന്നുള്ള റേഷ്യോ ആയി. ഓരോ കേസിലെയും റേഷ്യോ മാറാനായിട്ടുള്ള ആൾക്കാർ, ബോയ്സിൻ്റെ കേസിലാരാ 12 പേര് വന്നതുകൊണ്ടാണ് 5 എന്നുള്ളത് 7 ആയത്. ഗേൾസിൻ്റെ സെക്ഷനിൽ 6 ആയത് എത്ര? X പേര് കൂടിയപ്പോഴാണ്. ഓക്കെ, അപ്പോൾ അതാത് ആൾക്കാർ കൂടാൻ കാരണമായിട്ടുള്ളത് നമ്മൾ എഴുതി. ഇനിയും ഇത് ചെയ്യാൻ നേരം നോക്കിക്കേ, ഇതിൻ്റെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ്, അതായത് 5 × 6 30 മൈനസ് 4 × 7 28. അതായത് എത്ര യൂണിറ്റ് കിട്ടും? 2 യൂണിറ്റ് എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിഫറൻസ് എടുക്കുന്ന വാല്യൂ എന്താണോ അത് ഈക്വൽ ആയിരിക്കും ടു എന്തിന് ഈക്വൽ? ഇതാണ്ട, ആദ്യത്തെ 4 ആൾക്കാരുടെ കഴിഞ്ഞിട്ട് അടുത്ത ആൾക്കാരുടെ ക്രോസ് പ്രോഡക്റ്റ് ചെയ്ത് കിട്ടുന്ന ഡിഫറൻസ്. അതായത് ആദ്യത്തെ 4 ആൾക്കാർ, ഈ അറേഞ്ച്മെൻറ്റിൽ ആദ്യത്തെ 4 ആൾക്കാരുടെ ക്രോസ് പ്രോഡക്റ്റ് ചെയ്തെടുക്കുന്ന ഡിഫറൻസ് 2 യൂണിറ്റ് ആണ്. അത് ഈസ് ഈക്വൽ ടു അടുത്ത 4 ആൾക്കാരുടെ ക്രോസ് പ്രോഡക്റ്റ് ചെയ്ത് ഡിഫറൻസ് എടുക്കണം. അപ്പം ഇവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ട്, അത് 5 × 6 - 4 × 7 അല്ലേ? ആ സെയിം ഡയറക്ഷൻ അല്ലെ സെയിം രീതിയിൽ തന്നെ അടുത്ത സെറ്റും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 7 × x - 6 × 12 എത്ര? 7x - 72. അപ്പോൾ 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് 7x - 72 ആൾക്കാരാണ്. അങ്ങനെയെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? എന്തിനെ കാണിക്കും? കറസ്പോണ്ട്സ് ടു 7x - 72/2. ഇനി നോക്കിയേ, തുടക്കത്തിൽ നമുക്ക് എത്ര ആൾക്കാരുണ്ടായിരുന്നു? 5ഉം 4ഉം
അതായത് 5:4 ബോയ്സ് 5 പേര്, ഗേൾസ് 4 യൂണിറ്റ്. അപ്പോൾ 5 4 9 യൂണിറ്റ് തുടക്കത്തിലുണ്ടായിരുന്നു. അപ്പം തുടക്കത്തിൽ ഒരു യൂണിറ്റ് 7x-72/2 ആണെങ്കിൽ 9 യൂണിറ്റ് എന്ന് പറയുന്നത് 9 × 7x-72/2. ഇത് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? അതായത് ഇനിഷ്യലി ബോയ്സും ഗേൾസും കൂടെ ചേർന്ന് എത്ര ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്? 432 ആൾക്കാർ. അത് ഇതേ = 432. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നേരം 48 7x-72 = 96, 7x = 168, അതായത് x = 24. അതായത് എത്ര ഗേൾസാണ് ഇൻക്ലൂഡ്, അതായത് എക്സ് കാണിക്കുന്ന എന്തിനാണ്? നമ്പർ ഓഫ് ഗേൾസ് ആഡഡ്, രണ്ടാമത് വന്ന ഗേൾസിൻ്റെ എണ്ണം, അത് നമുക്ക് 24 കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ബട്ടർഫ്ലൈ മെത്തേഡ് വഴി നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഗ്രാസ്പ് ചെയ്തെങ്കിൽ അടുത്ത 2-3 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ ഒരു സെക്ഷനും കൂടെ വരുന്നുണ്ട്, അതിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി 24 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ₹60,500 is divided among A, B and C such that A receives 2/9 as B and C and B receives 3/7 of as much as A and C together. What is the share of C? ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താ? A receives 2/9 as B and C എന്ന് പറഞ്ഞാൽ ബിക്കും സിക്കും കൂടെ തുടക്കത്തിൽ എത്ര കിട്ടുന്നോ അതിൻ്റെ എത്ര, ബിക്കും സിക്കും തുടക്കത്തിൽ കിട്ടുന്ന എത്ര ആണോ അതിൻ്റെ 2/9 ആയിരിക്കും ആർക്ക് കിട്ടുന്നത്? എക്ക് കിട്ടുന്നത്. അതായത് ഇവിടെ B+C/Aയുടെ റേഷ്യോ എടുത്തൂടെ? അതായത് B+C/A എന്ന് പറയുന്നത് 9 അപ്പുറത്തോട്ട് പോകും, 2 ഇപ്പുറത്തോട്ട് വരും. അപ്പോൾ ഈ സെയിം രീതിയിൽ തന്നെ നോക്കിക്കേ, എക്കും സിക്കും എത്ര ഒരുമിച്ച് കിട്ടുന്നോ അതിൻ്റെ 7/3 അല്ലെ 3/7 പാർട്ടാണ് ആർക്ക് കിട്ടുന്നത്? ബിക്ക് കിട്ടുന്നത്. അപ്പം ബിക്കും എക്കും സിക്കും കൂടെ ഒരുമിച്ച് കിട്ടുന്നതിൻ്റെ 3/7 ആണ് ആർക്ക് കിട്ടുന്നത്? ബിക്ക് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ A+C/B, ബീനെ എപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു, = 7ന് അപ്പുറത്ത് കൊണ്ടുമ്പോൾ 7/3 എന്ന് വരും. നോക്കിക്കേ, ഇപ്പം 3 പേരും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? A+B+C. ഇവിടെ ടോട്ടൽ എത്ര യൂണിറ്റ് വരും? A+B+C എന്ന് പറയുന്നത് 2 + 9 11 യൂണിറ്റ് ആണ് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എത്ര ടോട്ടൽ? A+B+C, അതായത് ഇത് കൂടെ കൂട്ടുമ്പോൾ 10 യൂണിറ്റ് ആണ് എന്ത് ടോട്ടൽ എമൗണ്ടിനെ കാണിക്കുന്ന റേഷ്യോയുടെ എൻറ്റിറ്റി. നോക്കിയേ, 11ഉം 10ഉം രണ്ടും പൊരുത്തക്കേടല്ലേ? അതായത് ടോട്ടൽ 11 ഇവിടെ ടോട്ടൽ എമൗണ്ട് ഒന്നേ ഉള്ളൂ 60,500. അതിനെ 11 കാണിക്കാം 10 കാണിക്കാം, രണ്ട് രീതി കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഈക്വൽ ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നമ്മൾ 10 കൊണ്ട് ഈ റേഷ്യോയെ മൾട്ടിപ്ലൈ ചെയ്യും, 11 കൊണ്ട് ഈ റേഷ്യോയെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ റേഷ്യോ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ സീരീസിൽ കയറി കണ്ടോണം, അതില്ലെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 10 കൊണ്ട് ഈ ഇതിനെ ചെയ്യുമ്പോൾ എന്ത് വരും? B+C/A എന്ത് വരും? = 10 × 9 90/10 × 2 20. നോക്കി, ഈ 0 വെട്ടി ലാസ്റ്റ് 9:2 എന്ന് തന്നെ റേഷ്യോയും കിട്ടും. റേഷ്യോയ്ക്കും വ്യത്യാസം വരത്തില്ല, പക്ഷേ നമുക്ക് ഈ നമ്പർ ഇങ്ങനെ ആക്കി മാറ്റാനും പറ്റും. ഇനി നോക്കി, അങ്ങനെയെങ്കിൽ 11 കൊണ്ട് ഈ റേഷ്യോയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? A+C/B എന്ന് പറയുന്നത് 11 × 7 77, 3 × 11 33. ഇനി രണ്ടും കൂടെ കൂട്ടി നോക്കി, 90 + 20 110. ഇവിടെ 77 + 33 110. കണ്ടോ, ടോട്ടൽ 3 പേർക്കും കൂടെ കിട്ടുന്ന എമൗണ്ടാണ് ഇവിടെ ടോട്ടലായിട്ട് പറയുന്നത്. അത് 2 കേസിലും അല്ല 2 രീതി പറഞ്ഞപ്പോഴും എനിക്ക് 110 ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതായത് ഈ 110 യൂണിറ്റ് എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നു? 60,500 രൂപയെ കാണിക്കുന്നല്ല, കറസ്പോണ്ട്സ് ടു 60,500 രൂപ. അപ്പം ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്രനെ കാണിക്കും? അല്ലേ 110 60,500 എങ്ങനെ ആയേ? × 55 അല്ലേ, 55 0. അപ്പം ഒരു യൂണിറ്റ് എന്ന് 110 യൂണിറ്റ് 60,500 ആണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 6500/11. ഇത് ചെയ്യാൻ നേരം 55 റുപ്പീസ് കിട്ടും. അതാണ് 55 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 110 60,500 ആവുന്നത്. അതായത് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര രൂപയെ കാണിക്കും? 55 രൂപയെ കാണിക്കും. നമ്മുടെ അടുത്ത് ചോദിച്ചത് എന്താ? വാട്ട് ഈസ് ദ ഷെയർ ഓഫ് സി? സിയുടെ ഷെയർ എത്ര എന്നല്ലേ ചോദിച്ചേക്കുന്നത്? അങ്ങനെയെങ്കിൽ സിയുടെ ഷെയർ എന്ത് ചെയ്യും? ബിയുടേത് 33. അതായത് A/B/B/Cൻ്റെ റേഷ്യോ നമ്മൾ എഴുതണം. എത്ര വരും? എക്ക് 20 കിട്ടും, ബിക്കോ 33 കിട്ടും. ഇനി നോക്കിക്കേ, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് കണ്ടുപിടിക്കണം. അതായത് A+C 77 വരണം, എക്ക് 20 ഉണ്ട്. അപ്പം 77ൽ നിന്ന് 20 കുറയ്ക്കുമ്പോൾ ബാക്കിയുള്ളത് ആരാ? സിയുടെ കിട്ടത്തില്ലേ? അപ്പം
57. 77 മൈനസ് 20 57. അപ്പം സിയുടെ ഷെയറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന റേഷ്യോയിൽ ആരാണ്? 57. അപ്പം 1 രൂപ എന്ന് പറയുന്നത് 55 രൂപയാണ്. 1 യൂണിറ്റ് എന്ന് പറയുന്നത് 55 രൂപയാണെങ്കിൽ സിൻ്റെ ഷെയർ ആയിട്ടുള്ള 57 യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻറ്റു 55 ചെയ്ത് അത്രയും സംതിങ് റുപ്പീസ് കാണിക്കും. അതായത് 57 5 13 11 അതായത് ഇൻറ്റു 550 ചെയ്യണേ. 550 റുപ്പീസാണ്. അതായത് 31,350 രൂപയായിരിക്കും എന്ത് സിക്ക് കിട്ടുന്ന ഷെയർ എന്ന് പറയുന്നത്. 1 കറസ്പോണ്ട്സ് ടു ഇത്രയും ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ സം ഓഫ് 46,800 ഈസ് ഡിവൈഡഡ് among A, B, C and D in such a way that the ratio of the combined share of A and D to the combined share of B and C is 8:5. The ratio of share of B and C is 5:4. A receives rupees 18,400. If X is the difference between the share of A and B and Y is the difference between the share of C and D, then what is the value of X minus Y? അതായത് നോക്കിയാൽ മൊത്തത്തിൽ 3 ആൾക്കാരുണ്ട്, 4 ആൾക്കാരുണ്ട്, എയും ബിയും സിയും ഡിയും. ഇവർക്ക് ഏതോ റേഷ്യോയിൽ, അത് ഏതോ രീതിയിൽ 46,800 രൂപ വീതിച്ചു കൊടുത്തു. അത് ഓരോരുത്തരുടെയും സ്പെസിഫൈ ചെയ്തിട്ട് പറയുന്നില്ല, ബിയും സിയും മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ റേഷ്യോ ഒന്ന് തന്നിട്ടുണ്ട്. എക്കും ഡിക്കും കൂടെ ഒരുമിച്ച് കിട്ടിയത് ബൈ അല്ല അതിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ആൻഡ് ബിക്കും സിക്കും കൂടി ഒരുമിച്ച് കിട്ടിയതിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 8/5. 8:5 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 8/5 എന്ന് എഴുതാം. അപ്പം A + D / B + C എന്ന് പറയുന്നത് 8/5 വരും. ഇനി നോക്കിയാൽ ബിൻ്റെയും സിൻ്റെയും മാത്രം ഷെയർ തന്നിട്ടുണ്ട്. B/C എന്ന് പറയുന്നത് എന്താണ്? 5/4. അതായത് ബിക്ക് 5 ആണെങ്കിൽ സിക്ക് 4 കിട്ടണം. ഇനി നോക്കിയേ, ഇവിടെ B + C എത്ര യൂണിറ്റാണ് കാണിക്കുന്നത്? 5. ഇവിടെ B + Cയോ 5 + 4 9 യൂണിറ്റ് കാണിക്കുന്നുണ്ട്. അതായത് നേരത്തെ ചെയ്ത പ്രോബ്ലത്തെ പോലെ പൊരുത്തക്കേടില്ലേ? ബിക്കും സിക്കും കൂടെ കിട്ടുന്നതിനെ കാണിക്കുന്നത് 5 യൂണിറ്റ് ആണെങ്കിൽ ഇവിടെ ബിക്കും സിക്കും കൂടെ കിട്ടുന്നത് കാണിക്കുന്നത് 9 യൂണിറ്റ്. 2 നമ്പരും 1 ആവണം. അപ്പം ആ ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ 9 കൊണ്ട് ഈ റേഷ്യോയെ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 5 അത് 5 9 അല്ലേ മാറേണ്ടത്. അപ്പോൾ അതിനെ സ്വാപ്പ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 9 എന്നുള്ളത് ഈ റേഷ്യോയിൽ മൾട്ടിപ്ലൈ ചെയ്യണം, 5 എന്നുള്ളത് ഈ റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നോക്കിക്കേ, A + D / B + C എന്ത് വരും? 9 × 8 72 ബൈ 9 × 5 45. ഇനി ഈ 5 കൊണ്ട് ഈ റേഷ്യോയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? B/C എന്ന് പറയുന്നത് 5 × 5 25, 5 × 4 20. ഇനി നോക്കിയാൽ ബിക്കും സിക്കും കൂടെ ഇപ്പോൾ എത്ര കിട്ടും? 25ഉം 20ഉം 45 കിട്ടും. ഇവിടെ ബിക്കും സിക്കും എത്ര കിട്ടും? 45 കിട്ടും. കണ്ടോ, രണ്ടും അതായത് ബിക്കും സിക്കും കൂടെ കിട്ടുന്ന ഷെയറിനെ കാണിക്കുന്ന നമ്പർ 1 ആയി. 45. അപ്പം നമ്മുടെ സാറ്റിസ്ഫൈഡ് ആയി. ഇനി നോക്കി നമ്മുടെ ചോദിച്ചിരിക്കുന്നത് എന്താ? A receives 18,400 if X is the difference between, അതായത് ടോട്ടൽ ഇപ്പോൾ എത്ര യൂണിറ്റ് കിട്ടും? 4 പേർക്ക് കൂടെ കിട്ടുന്ന എത്ര? A + B + C + D എത്ര? 45 + 72 എത്ര വരും? 117 യൂണിറ്റ് ആണ് എല്ലാവർക്കും കൂടെ കൊടുത്ത പൈസ. ഈ 117 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര രൂപയെ കാണിക്കും? റുപ്പീസ്. അതായത് 117 യൂണിറ്റ് റേഷ്യോ എന്ന് കിട്ടിയത്. അത്രയും യൂണിറ്റ് അല്ലെ നമ്പർ എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാ? ഇവർക്ക് വിധിച്ചു കൊടുത്ത റിയൽ ടൈം വാല്യൂ ആയിട്ടുള്ള 46,800 റുപ്പീസ്. അപ്പോൾ 117 എങ്ങനെ 468 ആയേ? അല്ലേ 00 ആയത് ഇൻറ്റു 117 × 4 ആണ് 46,800. അപ്പം 117 യൂണിറ്റ് 46,800 ആവാൻ 400 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നു. ഇനി അങ്ങനെയാണെങ്കിൽ ബീൻ്റെ ഷെയർ എത്ര? ബീൻ്റെ ഷെയർ കാണിക്കുന്ന 25 അല്ലേ ബീൻ്റെ ഷെയർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 25 × 400 എത്ര? ബീൻ്റെ ഷെയർ എന്ന് പറയുന്നത് 10,000 റുപ്പീസ്. ഇനിയും സീൻ്റെ ഷെയർ എന്ന് പറയുന്നത് 20 ആണ്. അപ്പം 117 × 400 ആണ് ഇത്രയെങ്കിൽ 25 × 400 ചെയ്ത് ബീൻ്റെത് 10,000 കിട്ടി. സീൻ്റെതും ഇതുപോലെ 20 യൂണിറ്റ് ആണ് സീൻ്റെ ഷെയർ കാണിക്കുന്നത്. അപ്പം × 400 ചെയ്യുമ്പോൾ 8,000 രൂപ കിട്ടും. അതായത് 8,000 രൂപയായിരിക്കും എന്ത് സിക്ക് കിട്ടുന്നത്. ആൻഡ് നോക്കിക്കേ, എക്കും ഡിക്കും കൂടെ എത്ര കിട്ടുന്നത്? 72 അല്ലേ? അപ്പോൾ അതായത് ഒരു യൂണിറ്റ് 400 ആണെന്ന് പറഞ്ഞു. ഒരു യൂണിറ്റ് 400 ആണ്, 400 റുപ്പീസാണ്. എക്ക് കിട്ടുന്ന എത്ര? 18,400
റുപ്പീസ്. സിക്ക് കിട്ടുന്നതോ നമ്മൾ നേരത്തെ എഴുതിയത് 8,000 റുപ്പീസ്. ഇനിയും എക്കും ഡിക്കും കൂടെ കിട്ടുന്നത് എത്ര? 72 യൂണിറ്റിലെ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് എടുത്ത സെഷൻ നോക്കിക്കോണേ. 72 യൂണിറ്റ് എന്ന് പറയുന്നത് എക്കും ബിക്കും കൂടെ ഒരുമിച്ച് കിട്ടുന്ന, എക്കും ഡിക്കും കൂടെ ഒരുമിച്ച് കിട്ടുന്ന എമൗണ്ടാണ്. അപ്പം 4 ചെയ്യുമ്പോൾ എന്ത് വരും? 2,8,8,0,0 റുപ്പീസ് ആയിരിക്കും എക്കും ഡിക്കും കൂടെ ഒരുമിച്ച് കിട്ടുന്നത്. അപ്പം എ പ്ലസ് ഡി എത്രയാണ്? 2,8,8,0,0. എക്ക് എത്ര കിട്ടുന്നത്? 18,400 റുപ്പീസ് പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 2,8,8,0,0. അപ്പോൾ ഡിയുടെ ഷെയർ എത്ര? ഇതിൽ നിന്ന് മൈനസ് എത്ര വരും? 1,0,4,0,0 റുപ്പീസ്. 10,400 രൂപയായിരിക്കും ഡിക്ക് കിട്ടുന്നത്. ഇനി ക്വസ്റ്റിന് ചോദിച്ചേക്കുന്നത് എന്താ? എക്സ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. സോറി, നേരത്തെ ബിക്ക് കിട്ടുന്ന എമൗണ്ട് എത്ര? 10,000 ആണ്. 10,000 റുപ്പീസ്. അപ്പം എയുടെയും ബിയുടെയും കൂടെ ഡിഫറൻസ് എത്ര? എക്സ് അല്ലേ ക്വസ്റ്റിന് പറഞ്ഞേക്കുന്നത്? എക്സ് എന്ന് പറയുന്നത് എത്ര വരും? 8,400 റുപ്പീസ് വരും. ഇനിയും സിയുടെയും ഡിയുടെയും ഡിഫറൻസ് അത് വൈ ആണ്. ദേ, അപ്പം സിൻ്റെ ഡിയുടെ ഡിഫറൻസ് എത്ര വരും? രണ്ടുപേർക്കും കൂടെ കിട്ടുന്ന തുകയുടെ വ്യത്യാസം 10,400ഉം 8,000ഉം എത്ര വരും? 2,400. നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്ന എക്സ് മൈനസ് വൈ അല്ലേ? എക്സിൻ്റെ വൈൻ്റെ വില കിട്ടിയല്ലോ. 8,400 മൈനസ് 2,400 ഈസ് ഈക്വൽ ടു 6,000 റുപ്പീസ്. അപ്പോൾ നിങ്ങൾക്ക് റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി അറിയാമെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി. അപ്പോൾ അത് നമ്മളിതിപ്പോൾ കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ ഒത്തിരി ഇതാവേണ്ട ആവശ്യമില്ല. തൊട്ട് മുമ്പത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ആ ക്രോസ് മൾട്ടിപ്ലൈ, അതായത് പല ടൈപ്പ് ഓഫ് മെത്തേഡ് ഉണ്ട് റേഷ്യോ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ എന്താ ഒരു മെത്തേഡ് കണ്ടു കഴിഞ്ഞാൽ ഇത് സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ചെയ്ത ഓപ്ഷൻ ബി 6,000 റുപ്പീസ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോച്ചിങ് സ്റ്റൈൽസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ബേസിക് ആയിട്ടുള്ള നോളജ് കിട്ടിയിട്ട് നിങ്ങളെ സർക്കിൾസ് ആക്കി നിങ്ങളുടെ ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ആക്കി നിങ്ങൾക്ക് കുറച്ച് സ്റ്റഡി പാർട്ട്നേഴ്സിനൊപ്പം ഒരു മെൻറ്റർ സപ്പോർട്ട് കൂടി കൊണ്ടുപോകുന്ന ഒരു സെക്ഷൻ ആയിരിക്കും സർക്കിൾ. അവിടെ നിങ്ങൾക്ക് ഒരു വർക്കൗട്ട് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഈസ് ദി എക്സ്ട്രീം സർക്കിൾ. എക്സ്ട്രീം സർക്കിളിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു മെയിൻസ് ഓറിയൻറ്റഡ് പ്രിപ്പറേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റിൽ തരുന്ന സെക്ഷനാണ്. അവിടെയും നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് കാണും. ഒപ്പം വർക്കൗട്ട് സെഷനും വർക്കൗട്ട് ടൈമിങ്ങും വർക്കൗട്ട് ക്വസ്റ്റ്യൻസും കൂടുതലായിരിക്കും. അവിടെ നിങ്ങളുടെ എലിജിബിലിറ്റി സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കിൾസ് ആക്കി കമ്പൈൻഡ് പ്രിപ്പറേഷൻ ആയിട്ടായിരിക്കും പോകുന്നത്. നെക്സ്റ്റ് ഈസ് ദ സൂപ്പർ ബാച്ച്. സൂപ്പർ ബാച്ചിൽ നിങ്ങൾക്ക് ഓരോ എക്സാംസിന് മുന്നോടിയായിട്ട് ഓരോ എക്സാംസിൻ്റെയും ഫേസസിനനുസരിച്ച് ഒരു 2 വീക്സ് അല്ല മാക്സിമം 1 മന്ത് മുമ്പ് നിങ്ങൾക്കൊരു മോക്ക് മെറ്റീരിയൽ വർക്കൗട്ട് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അവിടെയും നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് വേണം. നിങ്ങളുടെ ഗ്രൂപ്പ്സ് ആയിട്ട് ഇരുത്തിയിട്ടായിരിക്കും വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ദ റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം, അല്ലെങ്കിൽ റിപ്പ് എന്ന് പറയും. അവിടെ ഇൻ കേസ് ഇപ്പോൾ ഒരു എക്സാംസിൻ്റെ നിങ്ങളുടെ ഈ 3 സെക്ഷൻസോ അല്ലെങ്കിൽ 4 സെക്ഷൻസും പ്രീവിയസ് 4 സെക്ഷൻസ് കഴിഞ്ഞെങ്കിൽ നെക്സ്റ്റ് സെക്ഷൻ, അതായത് നെക്സ്റ്റ് എക്സാം വരാനായിട്ട് ഇപ്പം ഡിലേ ആണെങ്കിൽ ആ സമയം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഡള്ളായി പോകണ്ടെന്നുള്ളൊരു കൺസെപ്റ്റിൽ ചെയ്ത് വെച്ച പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് നിങ്ങളെ റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം എന്ന് പറയുന്ന വർക്കൗട്ട് സെഷൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദ ഫൈനൽ സ്റ്റേജ് ഈസ് മോക്ക് ഇൻ്റർവ്യൂ. ബാങ്ക് എക്സാംസിന് SBI PO അല്ലെങ്കിൽ IBPS PO ഉള്ള എക്സാംസിന് മോക്ക് ഇൻ്റർവ്യൂ മസ്റ്റാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ ടൈം എക്സ്പോഷറിൽ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ 2 ടൈപ്സ് ഓഫ് കോച്ചിങ് ആണ് നമുക്കുള്ളത്, ഓഫ്ലൈനും ഓൺലൈനും. ഇപ്പം ട്രാൻസ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ കംഫർട്ടിൽ വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾക്ക് തന്നേക്കുന്ന നമ്പറിൽ ഓൺലൈൻ കോച്ചിങ്ങിന് ബന്ധപ്പെടാവുന്നതാണ്. ആൻഡ് ഓഫ്ലൈൻ അതല്ല ക്യാമ്പസിൽ വന്ന് ഇൻവോൾവ് ആയിട്ട് പഠിക്കണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഓഫ്ലൈനിൽ തന്നേക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് ഓഫ്ലൈൻ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് ഏതാണോ അതിനനുസരിച്ച് ഇന്ന് തന്നെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. നോക്കിയാൽ 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ മിക്സ്ചർ ഓഫ് 3 വെറൈറ്റീസ് ഓഫ് ടീ, the ratio of their weights is 4:5:8. If 5 kg tea of the first, 10 kg tea of the second variety and some quantity of third variety tea are added to the mixture, the ratio becomes 5:7:9 in the final mixture. The quantity of the എന്താണ് ഫൈനൽ മിക്സ്ചറിൽ ക്വാണ്ടിറ്റി ഓഫ് തേർഡ് വെറൈറ്റി ഓഫ് ടീ വാസ്. അപ്പോൾ നോക്കിയേ, ഇനിഷ്യൽ റേഷ്യോ ഉണ്ട്. 3 ടൈപ്പ് ഓഫ് വില വരുന്ന ടീ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ആദ്യത്തെ അതിൻ്റെ റേഷ്യോ ഉണ്ട് ഫസ്റ്റ് ടൈപ്പ്, സെക്കൻഡ് ടൈപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് ടൈപ്പ്, തേർഡ് ടൈപ്പ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിലകൾ തമ്മിലുള്ള ബന്ധം എങ്ങനെ തന്നേക്കുന്ന റേഷ്യോയിൽ 4:5:8. അതായത് ഈ വില മാറിയില്ലേ, ഫൈനൽ ഇപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ടീക്കും എത്ര രൂപ വെച്ച് വരും, അല്ലെങ്കിൽ അതിൻ്റെ ബന്ധം എങ്ങനെ വരും? 5:7:9 എന്ന് പറഞ്ഞു വരും. ഓക്കെ, അതായത് ആദ്യത്തെ ടൈപ്പ് ഏതാണെന്ന് പറയുന്നത് 5 കിലോഗ്രാം ടീ അല്ലെങ്കിൽ 5 കിലോഗ്രാമിന് 5 രൂപ വില വരുന്ന ടീ എന്ന് പറയുന്നത്
എന്താണ് മിക്സ്ചർ റേഷ്യോ ദർ വെയിറ്റ് ഓക്കെ 5 കിലോഗ്രാം ടീ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അത് ഫസ്റ്റ് 10 കിലോഗ്രാം ടീ സെക്കൻഡ് വെറൈറ്റിയുടെ 10 കിലോഗ്രാം ഉണ്ടായിരുന്നു, ആൻഡ് സം ക്വാണ്ടിറ്റി ഓഫ് തേർഡ് വെറൈറ്റി എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ എൻ്റെ ഫൈനൽ മിക്സ്ചർ 5:7:9 എന്നുള്ള രീതിയിലായി. നോക്കിക്കേ, ഈ രണ്ട് റേഷ്യോസിലെയും അതാത് വെറൈറ്റീസ് ആൾക്കാർ തമ്മിലുള്ള വ്യത്യാസം എത്ര? അതായത് 5:7:9, 4:5:8. ഓക്കെ, ഇത് 1 യൂണിറ്റാണ്, ഇത് 2 യൂണിറ്റാണ്. അതായത് 4, 5 ആവാനായിട്ട് 1 യൂണിറ്റ് ആഡ് ചെയ്യേണ്ടി വന്നു. ഈ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര? 5 കിലോഗ്രാമാണ്. അപ്പോൾ 1 യൂണിറ്റ് 5 കിലോഗ്രാം ആണ്, 2 യൂണിറ്റ് എത്ര വരണം? 10 കിലോഗ്രാം വരണം. 1ൻ്റെ ഇരട്ടിയല്ല 2, അപ്പം 10 കിലോഗ്രാം വരണം. അതായത് ഈ 10 കിലോഗ്രാം, അതായത് ഇവിടെ ഉള്ള വ്യത്യാസം എത്ര? അതായത് 5ൻ്റെ കൂടെ 2 യൂണിറ്റ് ആഡ് ചെയ്തപ്പോഴല്ലേ 7 വന്നേ. അപ്പോൾ ആ 2 യൂണിറ്റ് എത്ര തന്നെ കാണിക്കും? എത്ര കിലോഗ്രാമിന്? 10 കിലോഗ്രാമിന്. അപ്പം 5, 10, അത് 1 യൂണിറ്റ് 2 കിലോഗ്രാമിനെ കാണിക്കുന്നെങ്കിൽ എന്താണ്? 2 യൂണിറ്റ് 10 കിലോഗ്രാമിനെ കാണിക്കും. അപ്പോൾ ഇനി നോക്കി, മൂന്നാമത്തെ വെറൈറ്റി ആദ്യം 8 ആയിരുന്നു, പിന്നെ അത് 9 ആയി. അത് എത്ര യൂണിറ്റ് കൂടി? 8, 9 ആവാൻ 1 യൂണിറ്റ് കൂടി. അതായത് 1 യൂണിറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ എത്ര കൂടിയെന്ന റിയൽ വാല്യൂവിൽ 5 കിലോഗ്രാം കൂടി. അപ്പോൾ 1 യൂണിറ്റ് 5 കിലോഗ്രാം ആണ്. ഇപ്പോൾ കൂടിയിട്ട് ഇപ്പം മൊത്തത്തിൽ എത്ര ഉണ്ട്? 9 യൂണിറ്റ് ഇല്ലേ? അപ്പോൾ ഇപ്പം തേർഡ് വെറൈറ്റി എന്ന് പറയുന്നത് 9 യൂണിറ്റ് സംതിങ് ഉണ്ട്. അതെന്ന് പറയുന്നത് എത്ര കിലോഗ്രാമിനെ കാണിക്കും? ഇൻറ്റു 5. അതായത് 1 യൂണിറ്റ് 5 ആവാൻ 5 കിലോഗ്രാം ആവാനായിട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ 9 യൂണിറ്റ്. ഇപ്പോൾ തേർഡ് വെറൈറ്റി എത്ര ഉണ്ടെന്ന് റേഷ്യോയിൽ കാണിക്കുന്ന എൻറ്റിറ്റിയാണ്. അത് ആവാനായിട്ട് ഇൻറ്റു 5 ചെയ്ത് 45 കിലോഗ്രാം ആയിരിക്കും ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതായത് ബാലൻസിങ് ഓഫ് ടേംസ് എന്ന് പറയുന്നൊരു ട്രിക്കാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രീവിയസ് സെഷനിൽ കണ്ടിട്ടില്ല, അത് മസ്റ്റായിട്ട് കണ്ടേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ആൻസർ 45 കിട്ടും, ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? ഇനി നോക്കി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ സ്കൂൾ 3/8 ഓഫ് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ ഗേൾസ് ആൻഡ് ദ റെസ്റ്റ് ആർ ബോയ്സ്. 1/3 ഓഫ് ദി നമ്പർ ഓഫ് ബോയ്സ് ആർ ബിലോ 10 years ആൻഡ് 2/3 ഓഫ് ദി നമ്പർ ഓഫ് ഗേൾസ് ആർ ബിലോ 10 years. If the number of students of age 10 or more years is 260, then find the number of boys in the school is. അപ്പോൾ നമുക്ക് നോക്കിയേ, എത്ര ആൾക്കാരുണ്ടായിരുന്നു തുടക്കത്തിൽ? അതിൻ്റെ 3/8 സ്റ്റുഡൻസ് ഗേൾസ് ആണ്, ബാക്കിയുള്ളത് ബോയ്സ് ആണ്. ഇനിയും 10 വയസ്സിൽ താഴെയുള്ള ബോയ്സ് എന്ന് പറയുന്നത് ആകെയുള്ള ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ 1/3 ആയിരിക്കും. ആൻഡ് 10 വയസ്സിൽ താഴെയുള്ള ഗേൾസ് എന്ന് പറയുന്നത് ആകെയുള്ള ഗേൾസിൻ്റെ എണ്ണത്തിൻ്റെ 2/3 ആയിരിക്കും. ഇനി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, അതായത് 10 വയസ്സോ അത് കൂടുതലോ ഉള്ള ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം 260 തന്നിട്ടുണ്ട്. നോക്കിയേ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ 3/8 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ ലിറ്ററലി റേഷ്യോയുടെ അർത്ഥം എന്താ? മൊത്തത്തിൽ 8 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ 3 ഗേൾസ് ആണ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, 2/3 ഓഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ഓൾസോ ബിലോ 10 years. അതായത് മൊത്തത്തിൽ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിൽ 2/3 ആൾക്കാർ 10 yearsൽ താഴെയായിരിക്കും. അപ്പം ഈ 2/3ലെ 3 എന്തിനെ കാണിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാരെ കാണിക്കും. അപ്പം 3ഉം 8ഉം രണ്ടും ടോട്ടൽ നമ്പർ ആൾക്കാരെ കാണിക്കുന്നതല്ലേ, അത് തമ്മിലുള്ള വ്യത്യാസം വരാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് എന്ത്? അതിൻ്റെ LCM എടുക്കും. അതായത് LCM ഓഫ് 8 and 3. LCM എന്ന് പറഞ്ഞാൽ എന്താ? 8നെയും 3നെയും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ, ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ, അതായത് 24. അതായത് ഞാൻ എൻ്റെ ടോട്ടൽ ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 24 എടുത്തു. 24 ആൾക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ 3/8 എന്തായിരിക്കും? ഗേൾസ് അല്ലേ. അപ്പം 24 × 3/8 എന്ന് പറഞ്ഞാൽ എത്ര വരും? 9 ഉണ്ട്. 9 ഗേൾസ് മൊത്തത്തിലുണ്ട്. ബോയ്സ് എത്ര ഉണ്ട്? റിമൈനിങ് ബോയ്സ് ആണ്. അപ്പോൾ ബോയ്സ് എത്ര റിമൈനിങ്? 15 ആൾക്കാരുണ്ട്. ഇതിൽ ഏതാ? ഗേൾസിൻ്റെ നമ്പർ ഓഫ് ബോയ്സ് ആർ ബിലോ 10 years ആൻഡ് 2/3 ഓഫ് ദി നമ്പർ ഓഫ് ഗേൾസ്. ഗേൾസിൻ്റെ 2/3 എന്താണ്? ബിലോ 10 years ആയിരിക്കും. ആൻഡ് എബോവ് 10 years ബാക്കിയായിരിക്കും. അപ്പം മൊത്തത്തിൽ 9 ഗേൾസ് ഉണ്ട്, അതിൻ്റെ 2/3 എത്ര വരും? ബിലോ 10 years ആയിരിക്കും. അപ്പോൾ 9ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ പിന്നെ 10 yearsന് മണ്ടയിലുള്ള എത്ര ആൾക്കാരായിരിക്കും? 3. ഇനി ബോയ്സ് നോക്കിക്കേ, ബോയ്സിൻ്റെ എത്ര ബോയ്സ് ഉണ്ടോ അതിൻ്റെ 1/3 എന്ന് പറയുന്നത് 10 വയസ്സിൽ താഴെയായിരിക്കും. അപ്പോൾ 10 വയസ്സിൽ താഴെ ആയിട്ടുള്ള ബോയ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ 1/3 × 1/3 ചെയ്യുമ്പോൾ എന്ത് വരും? 15 × 1/3 5 വരും. അതായത് 15ൽ നിന്ന് 5 പോയിട്ട് മൊത്തം 15, അതിൽ 10ൽ താഴെ 5 പേര്. അപ്പോൾ 10ന് മണ്ടയിലുള്ളത് എത്ര ആൾക്കാരായിരിക്കും? 15 - 5 10 പേരായിരിക്കും ഉള്ളത്. അപ്പം നോക്കിയേ, 10 വയസ്സോ അതിന് മണ്ടയിലുള്ള ആൺപിള്ളേർ 10ഉം 10 വയസ്സോ അതിന് മണ്ടയിലുള്ള പെൺപിള്ളേർ 3 യൂണിറ്റും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേരുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര വരും? ഈ 10 വയസ്സോ അതിന് മണ്ടയിൽ വരുന്നത് 13 യൂണിറ്റ് വരും. അപ്പോൾ 13 യൂണിറ്റ് കറസ്പോണ്ട്സ് ടു 260 സ്റ്റുഡൻസ്.
അപ്പോൾ 13 എങ്ങനെ 260 ഇൻറ്റു 20 ചെയ്യുമ്പോഴല്ലേ നമ്മളിത് ചോദിച്ചേക്കുന്നത് എന്താ? നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദ സ്കൂൾ ഈസ്, നമ്പർ ഓഫ് ബോയ്സ് എത്ര, അല്ലെങ്കിൽ നമ്പർ ഓഫ് ബോയ്സിനെ കാണിക്കുന്ന വാല്യൂ ഇവിടെ എന്തുവാ? 15. അപ്പോൾ 13 എന്ന് പറയുന്നത് 260 ആയത് 20 കൊണ്ട് ഗുണിച്ചിട്ടാണെങ്കിൽ 15 എന്ന് പറയുന്നതും എങ്ങനെ തന്നെ 20 കൊണ്ട് ഗുണിച്ച് 300 ആൾക്കാരാണ് അവിടെ നമ്പർ ഓഫ് ബോയ്സ് ആയിട്ട് ഉള്ളത്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി. ഓക്കെ, ഇനി നോക്കിയത് റേഷ്യോ ഓഫ് ഇൻകം ഓഫ് എ ആൻഡ് ബി. ഇത് ബട്ടർഫ്ലൈയിൽ ചെയ്യുന്നതാണ്, നിങ്ങൾ ആ രീതിയിൽ ചെയ്ത് നോക്കിക്കോണേ. ഇഫ് ദ ഇൻകം ഓഫ് എ ആൻഡ് ബി 5:3 ആൻഡ് ദാറ്റ് ഓഫ് ദ എക്സ്പെൻഡിച്ചർ ഈസ് 9:5, ഇഫ് ദ സേവ്സ് 1300 ആൻഡ് 900 റെസ്പെക്റ്റീവ്, ദെൻ ഇൻകം ഓഫ് എ. ഓക്കെ, അപ്പം എൻ്റെയും ബിൻ്റെയും ഇൻകത്തിൻ്റെ റേഷ്യോ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എത്ര? 5:3. ഇനി നോക്കിയേ അവരുടെ എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ എങ്ങനെ ആയിരിക്കും? 9:5. ഇനി നോക്കിയേ ഈ റേഷ്യോ ആക്ച്വലി ഇൻകം എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി പൈസയല്ലേ. അതായത് 5:3 എന്നുള്ള റേഷ്യോയിൽ എക്കും ബിക്കും കുറച്ച് പൈസ കിട്ടുന്നു, അതാണ് ഇൻകം. അതിൽ നിന്ന് 9 സംതിങ് പൈസയും 5 സംതിങ് പൈസയും പൊട്ടിച്ച് കളയുന്നു, സ്പെൻഡ് ചെയ്ത് കളയുന്നു. റിമൈനിങ് ഉള്ള സേവിങ്സ് എന്തുവാ? എൻ്റെത് 1300, ബിൻ്റെത് 900. അപ്പോൾ നോക്കിക്കേ, നമുക്കൊരു നേരത്തെ ബട്ടർഫ്ലൈ പോലെ 1, 2, 3 റോയും 2 കോളവും ഉള്ള ഒരു അറേഞ്ച്മെൻറ്റ് കിട്ടി. അപ്പം ഇവിടെ ബട്ടർഫ്ലൈ യൂസ് ചെയ്യുക. ആദ്യത്തെ 4 ആൾക്കാരെ എടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിഫറൻസ് എടുക്കണം. 5 × 5 എത്ര? അല്ലെങ്കിൽ വേണ്ട, 3 × 9 എത്ര? 27. 27 മൈനസ് 5 × 5 25 എത്ര വരും? 2 യൂണിറ്റ് വരും. ഈ 2 യൂണിറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? ഇവിടുന്ന് തിരിച്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കണം. 9 × 9 8500, 5 × 13 6500. അപ്പോൾ 8100 മൈനസ് 6500 എത്ര വരും? 2 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 1600 റുപ്പീസാണ്. നമുക്ക് ഇതെങ്ങനെ എടുത്താലും നമുക്ക് പോസിറ്റീവ് വാല്യൂ മതി. ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിഫറൻസ് കിട്ടുന്നത് നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളത് നിങ്ങളുടെ പോസിറ്റീവ് മോഡ് എടുത്താൽ മതി. അതായത് പോസിറ്റീവ് വാല്യൂ അളവ് എത്തായിട്ട് കിട്ടിയാൽ മതി. ഇപ്പോൾ 1 കറസ്പോണ്ട്സ് ടു എത്രയാണ്? 2 യൂണിറ്റ് എന്ന് പറയുന്നത് 1800 ആവാൻ നമ്മൾ എന്തോ ചെയ്തേ? 800 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര രൂപയെ കാണിക്കും? 800 രൂപയെ കാണിക്കും. നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താ? ഇൻകം ഓഫ് എ. ഇവിടെ ഇൻകം ഓഫ് എയെ കാണിക്കുന്നത് റേഷ്യോനകത്ത് ഏത് വാല്യൂവാ? 5. അപ്പോൾ 1 യൂണിറ്റ് 800 രൂപയാണെങ്കിൽ 5 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര വരും? ഇൻറ്റു 800 4000 റുപ്പീസ് വരും. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും എൻ്റെ ആൻസർ. ഓക്കെ, ഇനി നോക്കിയാൽ മിക്സ്ചർ കണ്ടെയ്ൻസ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 5:1. ഓൺ ആഡിങ് 5 liters ഓഫ് വാട്ടർ ദ റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ബിക്കംസ് 5:2. ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ദ മിക്സ്ചർ ഈസ്. അതായത് ഇത് ബാലൻസിങ് ഓഫ് ടേംസ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്തിട്ട് ആൻസർ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം. കാരണം തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ അത് നമ്മൾ ബാലൻസിങ് ഓഫ് ടേംസിൽ ചെയ്തതാണ്. അത് വെച്ച് ചെയ്തിട്ട് ആൻസർ ഡെഫിനറ്റ് ആയിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കിനി അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. When x is added to each of 9, 15, 21 and 31st number, so obtained are in the proportion. What is the mean proportional between the numbers 3x minus 2 and 5x plus 4? അതായത് ഈ തന്നേക്കുന്ന 9, 15, 21, 31 എന്ന് പറയുന്ന നമ്പറിൻ്റെ കൂടെ എന്തോ ആഡ് ചെയ്തപ്പോൾ ഈ നമ്പേഴ്സ് എല്ലാം പ്രപ്പോർഷണലായി. അതിനർത്ഥം എന്താ? 9 + x ബൈ 15 + x ഈസ് ഈക്വൽ ടു 21 + x ബൈ 31 + x. അതായത് ആദ്യത്തെ 2 നമ്പറിൻ്റെ റേഷ്യോ തന്നെ ആയിരിക്കും എന്ത്? അവസാനത്തെ 2 നമ്പറിൻ്റെ റേഷ്യോ. അതിനെയാണ് നമ്മൾ പ്രപ്പോർഷൻ, അല്ലെങ്കിൽ 4 നമ്പേഴ്സ് പ്രപ്പോർഷൻ ആണ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രപ്പോർഷൻ ആവണമെങ്കിൽ ഇതേ ബൈ ഇതേ ഈസ് ഈക്വൽ ടു ഇതേ ബൈ ഇതാവണം. എപ്പോഴാണ് പ്രപ്പോർഷൻ ആവുന്നത്? ഏതോ ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അതറിയാത്തതുകൊണ്ട് നമ്മൾ എക്സ് എന്നെടുത്ത്. ഇനി നോക്കിക്കേ, ഇത് ചെയ്യാനൊരു ഷോർട്ട് ട്രിക്ക് ഉണ്ട്. അതായത് ഈ 2 9, 21 തമ്മിലുള്ള വ്യത്യാസം എത്ര? 9, 21 12 ബൈ ഇനി ഇതും തമ്മിലുള്ള വ്യത്യാസം എത്ര? 15, 31 16. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 കൊണ്ട് കിട്ടുമ്പോൾ 3/4. ഇനി 9, 15 തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 6. അതായത് ഇതും തമ്മിലുള്ള ഡിഫറൻസ് എത്ര? ഇവിടുത്തെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 1. ഈ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എന്തിനെ കാണിക്കും? 6 എന്ന നമ്പറിനെ കാണിക്കും. അങ്ങനെയെങ്കിൽ 3 യൂണിറ്റ് എത്ര ആവും? 3 കറസ്പോണ്ട്സ് ടു 18, 4 കറസ്പോണ്ട്സ് ടു, അതായത് ഇൻറ്റു 6 ചെയ്യണം. 1 എന്ന് പറയുന്ന 6 അവൻ ഇൻറ്റു 6 ചെയ്തിട്ടല്ലേ? ഇൻറ്റു 6 24 ആകും. അതായത് നോക്കി, ഇപ്പോൾ 9 എന്നുള്ള നമ്പർ ഇപ്പോൾ 18 ആയി, 15 എന്നുള്ള നമ്പർ ഇപ്പോൾ 24 ആയി. അതായത് എക്സ് എന്ന് പറയുന്നത് എന്താവണം?
9ൻ്റെ കൂടെ 9 ആഡ് ചെയ്യുമ്പോഴല്ല 18 ആവുന്നത്, 15ൻ്റെ കൂടെ 9 ആഡ് ചെയ്യുമ്പോഴല്ല 24 ആവുന്നത്. അപ്പം 9+x/15+x എന്ന് പറയുന്നത് യഥാക്രമം 18/24 എന്നായി. അതായത് എക്സിൻ്റെ വാല്യൂ എത്ര വരും? 9 വരും. അപ്പം നമ്മുടെ ചോദിച്ചിരിക്കുന്ന മീൻ പ്രപ്പോർഷൻ ബിറ്റ്വീൻ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ 3x - 2 എന്ത് വരും? 3x - 2 എന്ന് പറഞ്ഞാൽ എക്സിന് 9 ഇട്ട് കൊടുക്കുക. 3 × 9 27 - 2 25 വരും. ഇനി 5x + 4 അതെന്ത് വരും? 9 × 5 45 4 49. ഇനി 25ൻ്റെ 49ൻ്റെ മീൻ പ്രപ്പോർഷനിൽ കാണുമെന്നാണ് പറയുന്നത്. അതായത് ഒരു രണ്ട് നമ്പേഴ്സിൻ്റെ മീൻ പ്രപ്പോർഷനിൽ കാണാനായിട്ടൊരു ഫോമുലയുണ്ട്. ഫസ്റ്റ് നമ്പർ എയും സെക്കൻഡ് നമ്പർ ബിയും ആണെങ്കിൽ AB-ൻ്റെ റൂട്ട് എടുക്കുന്നതായിരിക്കും എന്ത്? ആ നമ്പറിന് മീൻ പ്രപ്പോർഷണൽ. അപ്പോൾ √AB ഇത് നോട്ടായിട്ട് എഴുതി വെച്ചേക്കണേ, മീൻ പ്രപ്പോർഷണൽ. അപ്പോൾ 25 × 49ൻ്റെ റൂട്ട് എടുക്കണം. എന്ത് വരും? 25ൻ്റെ റൂട്ട് 5, 49ൻ്റെ റൂട്ട് 7, അപ്പം 35. അപ്പം നിങ്ങളുടെ മീൻ പ്രപ്പോർഷണൽ 35 ആൻസർ കിട്ടും. അപ്പോൾ ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ മീൻ പ്രപ്പോർഷണൽ എന്താ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വഴി നോക്കി പോയിട്ടുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ പ്രപ്പോർഷണൽ ചാപ്റ്ററായിട്ട് പോയപ്പോൾ. അപ്പോൾ ആൻസർ 35 ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. ഇനി എനിക്കിതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. പ്രൈസ് ഓഫ് എ ഡയമണ്ട് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഇറ്റ്സ് വെയിറ്റ്. എ മാൻ ബ്രോക്ക് ദ ഡയമണ്ട് ആക്സിഡൻ്റലി into 3 pieces in the ratio 3:5:7 and thus loses rupees 42,600 രൂപ. വാട്ട് വാസ് ദ ഒറിജിനൽ പ്രൈസ് ഓഫ് ദ ഡയമണ്ട്? ഇപ്പം നോക്കിയേ, അതായത് പ്രൈസ് എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രപ്പോർഷണലാണ്? വെയ്റ്റിൻ്റെ സ്ക്വയറിൻ്റെ പ്രപ്പോർഷണൽ. അതായത് വില കൂടുന്നത് എന്തിനനുസരിച്ച്? അതായത് വെയിറ്റ് കൂടുകയാണെങ്കിൽ വെയിറ്റിൻ്റെ സ്ക്വയർ, ഇപ്പോൾ 1 ഗ്രാം ആണെങ്കിൽ അല്ലെങ്കിൽ 2 ഗ്രാം ആണെങ്കിൽ 2ൻ്റെ സ്ക്വയർ എത്ര? 4 ഗ്രാം. അതായത് 4ന് സമമായിരിക്കും, അല്ലെ 4ൻ്റെ രീതിയിലായിരിക്കും എന്ത്? പ്രൈസ് മാറുന്നത്. പ്രൈസ് മാറുന്നത് വെയിറ്റിൻ്റെ സ്ക്വയറിൻ്റെ രീതിയിലായിരിക്കും. അപ്പോൾ നോക്കിയേ, അപ്പോൾ ആദ്യം പറഞ്ഞേക്കുന്നത് എന്താ? എ മാൻ ബ്രോക്ക്, അതായത് ഒരു ഡയമണ്ട് ഉണ്ടായിരുന്നു. അത് എത്ര ആയിരുന്നു എൻ്റെ വെയിറ്റ് തുടക്കത്തിൽ? ഇതിപ്പം സ്പ്ലിറ്റ് ആയിട്ട് 1, 2, അതേ 3, 5, 7 എന്ന് പറയുന്ന പാർട്സ് ആയിട്ട് ഈ ഡയമണ്ട് സ്പ്ലിറ്റ് ആയിപ്പോയി. അപ്പോൾ തുടക്കത്തിൽ ഇത് ഒറ്റയാളായിട്ട് എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു ഇതിന്? 3, 5, 7. 7, 3, 10, 5, 15 യൂണിറ്റ് ആയിരുന്നു എന്ത്? തുടക്കത്തിൽ ഡയമണ്ടിൻ്റെ വെയിറ്റ്. അപ്പം പ്രൈസ് എന്ന് പറയുന്നത് ഇതിന് പ്രപ്പോർഷണൽ ആയിരിക്കണം. ആദ്യം ഇതിൻ്റെ ഇനിഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണലാണ്? 15 സ്ക്വയർ. എത്ര വരും? 225. അതായത് പ്രൈസിനെ കാണിക്കുന്നത് 225 ആയിരിക്കും ആദ്യത്തെ കേസിൽ. ഇത് 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയപ്പോൾ നോക്കിയേ, ആദ്യത്തെ ഡയമണ്ടിൻ്റെ വെയിറ്റ് 3, 3ൻ്റെ സ്ക്വയർ 9. അപ്പം ഈ ആദ്യത്തെ ഡയമണ്ടിൻ്റെ വിലയെ കാണിക്കുന്നത് 9 ആയിരിക്കും. കാരണം എന്താ? പ്രൈസ് പ്രപ്പോർഷണൽ ടു വെയിറ്റിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പീസായിട്ട് 5നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ 5ൻ്റെ സ്ക്വയർ 25. അപ്പോൾ രണ്ടാമത്തെ പാർട്ടിൻ്റെ വിലയെ കാണിക്കുന്നത് 25 യൂണിറ്റ് ആണ്. ആൻഡ് മൂന്നാമത്തെ യൂണിറ്റിൻ്റെ സ്ക്വയർ, അത് 7ൻ്റെ സ്ക്വയർ 49 ആയിരിക്കും മൂന്നാമത്തെ പീസ് ഓഫ് ഡയമണ്ടിൻ്റെ വിലയെ കാണിക്കുന്ന ന്യൂമറിക്കൽ വാല്യൂ. അപ്പോൾ 3 കൊണ്ട് കൂട്ടുമ്പോൾ എത്ര വരും? 34, 49, 83. അതായത് 83 യൂണിറ്റ് ആയിരിക്കും 25, 49, 34, 49, 13. ഓക്കെ, അപ്പം 83 യൂണിറ്റ് ആണ് എന്ത്? എല്ലാത്തിൻ്റെയും കൂടെ പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പം നോക്കിയേ, സെക്കൻഡ് പ്രൈസ് എന്ത്? അപ്പം രണ്ടാമത് ഇത് 3 കൂടെ ചേർക്കുമ്പോൾ എത്ര രൂപയെ കാണിക്കുന്നു? ഇതെല്ലാം ഓരോ പാർട്ടിൻ്റെ വിലയെ കാണിക്കുന്നത് 83 യൂണിറ്റിനെ കാണിക്കുന്നു. ഇതിൻ്റെ അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താ? അതായത് 225 ആദ്യത്തെ ഡയമണ്ട് ഒരു സെറ്റായിട്ടിരുന്നപ്പം കാണിക്കുന്ന വിലയാണ്. ഇനിയും 83 യൂണിറ്റ് എന്ന് പറയുന്നത് ഡയമണ്ട് സ്പ്ലിറ്റ് ആയി പോയപ്പം അതെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ കിട്ടുന്ന വിലയാണ്. ഇത് നമ്മുടെ ഡിഫറൻസ് എത്ര? 225 മൈനസ് 83 എത്ര? 17, 117, 75, 142. അതായത് 142 യൂണിറ്റ് ആണ് എന്ത്? ആദ്യത്തെ രണ്ട് പ്രൈസുകളുടെ ഡിഫറൻസ്. അതായത് ഒന്നായിട്ടിരുന്നപ്പോഴും ചിതറിപ്പോയപ്പോഴും തമ്മിലുള്ള എന്തിൻ്റെ വ്യത്യാസം. അപ്പം എനിക്ക് 42,600 രൂപ നഷ്ടപ്പെട്ടു ഇങ്ങനെ സ്പ്ലിറ്റായി പോയപ്പോൾ. അത് എത്ര യൂണിറ്റ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്? 142. അപ്പം 142 എന്ന് പറയുന്നത് 42,600 രൂപയാണെങ്കിൽ ഈ 142 എങ്ങനെയാണ് 426,000 ആയത്? ഇൻറ്റു 300 ചെയ്യുമ്പോൾ. അപ്പോൾ ഒറിജിനൽ പ്രൈസ് ഓഫ് ദി ഡയമണ്ടിനെ കാണിക്കുന്ന ആളാരാ ഇവിടെ? 225 ആണ്. അപ്പോൾ 225 ഒറിജിനൽ പ്രൈസ് ഓഫ് ഡയമണ്ട് എന്ന് പറയുന്നത് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 225 കറസ്പോണ്ട്സ് ടു ഇൻറ്റു 300 എത്ര വരും? 675,000
റുപ്പീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ നമ്മുടെ ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, ഇനി നോക്കിയാൽ 10ാമത്തെ ക്വസ്റ്റ്യൻ. In an examination, the number of those who passed and the number of those who failed were in the ratio 25:4. If 5 more had appeared and the number of failures was 2 less than earlier. If the ratio of passers to failures would have been 22:3, the total number of people who appeared at the examination is. അപ്പോൾ നമ്മൾ നോക്കിയേ, നമുക്ക് ചോദിച്ചേക്കുന്നത് ഇനിഷ്യലി തുടക്കത്തിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു? തുടക്കത്തിൽ പാസും ഫെയിലും 25 ആൾക്കാർ പാസ്സായെങ്കിൽ 4 ആൾക്കാർ ഫെയിലായി. അതായത് 25:4 എന്ന് പറയുമ്പോൾ ആക്ച്വലി 25 ആൾക്കാരാണെന്നല്ലല്ലോ, ഏതോ ഒരു വേരിയബിളും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അവരുടെ റിയൽ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ 25x-ഉം 4x-ഉമാണ് ആൾക്കാരുടെ എന്ത് റിയൽ വാല്യൂസ്. പാസ്സായ ആൾക്കാർ 25x ഉണ്ടെങ്കിൽ ഫെയിലായ ആൾക്കാർ 4x ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഇവിടെ ഇപ്പോൾ എത്ര കാണും? ഇനിഷ്യലി 25 4 29x ഉണ്ട്. ഇനി പറഞ്ഞേക്കുന്നത് എന്താ? 5 ആൾക്കാരോട് വന്നു. അപ്പോൾ 5 ആൾക്കാരോടെ വരുമ്പോൾ ഫൈനൽ ഇപ്പോൾ രണ്ടാമത്തെ ഒരു പുതിയ കേസ് വന്നില്ലേ. ഇപ്പോൾ ടോട്ടൽ 29 ആയിരുന്നു, ആദ്യം 29x ആയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ 5 പേരും കൂടെ വന്നപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ എത്ര പേരുണ്ട്? 29x + 5 ആൾക്കാരുണ്ട്. ആൻഡ് ഇങ്ങനെ 5 പേരും കൂടെ വന്നപ്പോൾ മുമ്പ് എത്ര ആയിരുന്നു ഫെയിലിയർ? അതിനേക്കാൾ എത്ര? 2 പേരായിരുന്നു കുറവ്. അപ്പോൾ മുമ്പ് എത്ര പേരുണ്ടായിരുന്നിരുന്നത്? 4x. അതിനേക്കാൾ 2 പേര് ഇപ്പോൾ കുറഞ്ഞിട്ടാണ് തോറ്റിട്ടുള്ള ആൾക്കാരുടെ എണ്ണം. അപ്പോൾ നോക്കിയേ, സ്വാഭാവികമായിട്ടും 2 പേര്, അതായത് 2 പേര് തോറ്റിരുന്ന 2 പേര് പിന്നെയും ജയിച്ച് കയറി. അവർ ഫെയിൽഡായ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അവരും കൂടി ഇപ്പോൾ ജയിച്ച ആൾക്കാരുടെ ലിസ്റ്റ് വന്നു എന്നല്ലേ. അപ്പോൾ ഈ 2 ആൾക്കാർ എന്ത് വരും? ഈ ജയിച്ച ആൾക്കാരുടെ കൂടെ വരും. കാരണം അവരിപ്പോൾ നമ്പർ ഓഫ് പാസേഴ്സാണ്. അപ്പോൾ എത്ര വരും? തുടക്കത്തിൽ 25x ആയിരുന്നു. അപ്പോൾ 25xൻ്റെ കൂടെ 2ഉം കൂടെ ആഡ് ചെയ്യുന്നതാണ് എന്ത്? എൻ്റെ ഇപ്പോഴത്തെ പാസ്സായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം. അതിൻ്റെ റേഷ്യോ ഇനി തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഫൈനലി ജയിച്ച ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 25x + 2 ആണ്. ബൈ ആദ്യം അല്ലെങ്കിൽ അവസാനം പാസ്സായ ആൾക്കാരുടേത് ബൈ അവസാനം തോറ്റ ആൾക്കാർ. ഇപ്പോൾ എത്ര പേരാണ് തോറ്റിരിക്കുന്നത്? 4x - 2. അപ്പോൾ റേഷ്യോ എടുക്കാൻ നേരം എനിക്ക് കിട്ടുന്ന എത്ര എന്നാ ക്വസ്റ്റിന് തന്നേക്കുന്ന എത്ര? അവസാനം പാസ്സായത് ബൈ അവസാനം തോറ്റത്. 22/3 എത്ര വരും? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന നേരം 75x + 6 = 88x - 44. 29 സോറി, ഇത് 25 ആണ്. Number would have been 22/3 - 2. ഓക്കെ, സോറി, ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നമുക്കേ ഇപ്പോൾ എത്ര പേരാ ടോട്ടൽ ഉള്ളത്? 29x + 5 അല്ലേ. ഇതിൽ നിന്ന് എന്ത് വന്നിപ്പോൾ? ഇത് ടോട്ടൽ ആൾക്കാരുണ്ട്, ഇത് ഫെയിലായ ആൾക്കാരുടെ എണ്ണം. അപ്പോൾ നമുക്ക് ജയിച്ച ആൾക്കാരുടെ എണ്ണം കണ്ടുപിടിക്കണം. അതായത് ഇപ്പം തോറ്റ ആൾക്കാരുടെ എണ്ണം മുമ്പത്തേക്കാൾ 2 പേര് കുറവാണെന്ന് പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. ഇപ്പം ടോട്ടൽ എത്ര ഉണ്ട്? 29x + 5 പേരും കൂടെ വന്നു. അപ്പം ടോട്ടലിൽ നിന്ന് തോറ്റ ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുമ്പോൾ നമുക്ക് പാസിൻ്റെ എണ്ണം കിട്ടത്തില്ലേ, പാസ്സായ ആൾക്കാരുടെ. അപ്പോൾ ഇപ്പോൾ പാസ്സായത് 29x + 5 - 4x - 2. ഇത് ചെയ്യാൻ നേരം എന്ത് വരും? ഇപ്പോൾ ഫൈനലി പാസ്സായ ആൾക്കാരുടെ എണ്ണം PF എന്ന് വെച്ചാൽ 4 25x + 7 വരും. 25x + 7. ഓക്കെ, അപ്പം ഫൈനലി പാസ്സായ ആൾക്കാരുടെ റേഷ്യോ ബൈ ഫൈനലി ഫെയിലായ ആൾക്കാരുടെ റേഷ്യോ എന്ന് പറയുന്നത് 25x + 7 ബൈ 4x - 2. ഇപ്പോൾ ചെയ്യാൻ നേരം എന്ത് വരും? 75x + 21 = 4x - 2 ന് 22 ചെയ്യാൻ നേരം 88x - 44. ഇപ്പോൾ ചെയ്യാൻ നേരം എന്ത് വരും? 65 = 13x. അതായത് എക്സിൻ്റെ വാല്യൂ എനിക്ക് 5 വരും. രണ്ടത് ചോദിച്ചേക്കുന്നത് എന്തുവാ? തുടക്കത്തിൽ ആദ്യം മൊത്തത്തിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു. അപ്പം തുടക്കത്തിൽ മൊത്തത്തിൽ എത്ര ആൾക്കാരുണ്ടെന്ന് കാണിക്കുന്നത് ആരാണ്? ഏത് വാല്യൂ ആണ്? 29x അല്ലേ. അപ്പം 29x അല്ലെങ്കിൽ 29 × എക്സിൻ്റെ വാല്യൂ എത്ര? 5. അതായത് 135 145 ആൾക്കാരായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ എ. ഓക്കെ,
അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ സെഷനോട് വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ഏകദേശം ഒരു 30 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ 30 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇതുവരെ കണ്ടേക്കുന്ന വീഡിയോയിൽ കൺസെപ്റ്റും ബേസും സ്ട്രോങ് ആക്കിയിട്ട് വരിക. ആൻഡ് ആൻസേഴ്സ് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ റെസ്പോണ്ട് ചെയ്ത് നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോകാം. അപ്പോൾ അടുത്തൊരു സെഷനിലിട്ട് കാണുന്നവരേക്കും